HPV വാക്സിനെ പറ്റി ഇപ്പോൾ ഒരുപാട് പേര് ഒപിയിൽ വന്ന് ചോദിക്കാറുണ്ട്. HPV വാക്സിൻ എന്ന് പറയുന്നത് സർവൈക്കൽ ക്യാൻസറിനെതിരെ പ്രതിരോധത്തിനായിട്ട് യൂസ് ചെയ്യുന്ന വാക്സിനാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആണ് സർവൈക്കൽ ക്യാൻസർ ഉണ്ടാക്കുന്നത്. സോ HPV വാക്സിൻ അതിനെതിരെ ഉള്ള വാക്സിനാണ്. 9 വയസ്സ് തൊട്ട് 26 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ HPV വാക്സിൻ എടുക്കേണ്ടത്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും എടുക്കാമെന്നാണ്. കാരണം ഇത് സർവൈക്കൽ ക്യാൻസർ മാത്രമല്ല, ജെനൈറ്റൽ വാർഡ്സ് പോലെ മറ്റ് അസുഖങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്ന വൈറസസ് ആണിത്. ഒരുപാട് സ്ട്രെയിൻസ് ഓഫ് വൈറസസ് ഉണ്ട് ഈ HPV കടിയിൽ. അപ്പോൾ 9 തൊട്ട് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 2 ഡോസാണ് വാക്സിൻ്റെ ഷെഡ്യൂൾ. അതായത് ആദ്യത്തെ വാക്സിൻ കഴിഞ്ഞ് പിന്നെ 6 മന്ത്സ് കഴിഞ്ഞാണ് അടുത്ത വാക്സിൻ വരിക. പക്ഷേ 15 തൊട്ട് 26 വയസ്സ് വരെ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ 3 ഡോസസ് എടുക്കണം. ആദ്യത്തെ ഡോസ് കഴിഞ്ഞ് 2 മന്ത്സ് കഴിഞ്ഞ് അടുത്ത ഡോസ് കഴിഞ്ഞ് 6 മന്ത്സ് കഴിഞ്ഞ് അടുത്ത ഡോസ്, അങ്ങനെയാണ് എടുക്കേണ്ടത്. പിന്നെ ചിലരുടെ ഒരു ഡൗട്ടുണ്ട്, ഈ 26 വയസ്സും കഴിഞ്ഞു ഇനി അത് എടുക്കാമോ എന്നുള്ളത്. ഇപ്പോൾ 27 വയസ്സ് തൊട്ട് 45 വയസ്സ് വരെയും അതെടുക്കാമെന്നും അങ്ങനെയുള്ളവർക്ക് 3 ഡോസിൻ്റെ ഷെഡ്യൂളാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതിന് സൈഡ് ഇഫക്ട്സ് ഉണ്ടോ എന്നുള്ളത്, പൊതുവേ ഇപ്പോൾ വാക്സിനെ പറ്റി എല്ലാവർക്കും ഒരുപാട് ഭയങ്ങളുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റിയും സൈഡ് ഇഫക്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മൈനറായിട്ടുള്ള കാര്യങ്ങൾ വരാം. അതായത് ഇഞ്ചക്ഷൻ എടുക്കുന്ന സ്ഥലത്ത് ചെറിയ വേദന, ചൊറിച്ചിൽ അല്ലെങ്കിൽ ചുമപ്പ്, ചെറിയ സ്വെല്ലിങ് ഒക്കെ ഉണ്ടാകാവുന്നതാണ്. അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ മാറുകയും ചെയ്യും. പിന്നെ ചിലർക്ക് വളരെ വിരളമായി പനി വരാം. പിന്നെ കാണുന്നൊരു കാര്യം, പ്രത്യേകിച്ചും കൗമാരക്കാരിൽ വാക്സിൻ എടുക്കുമ്പോൾ ഒരു തലകറക്കം, തലയിറങ്ങി വീഴുക എന്നുള്ള സിംറ്റം കൂടുതലായി കാണാറുണ്ട്. അത് പലപ്പോഴും ആളുകളിൽ പാനിക് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അതിന് വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. വാക്സിൻ എടുത്തു കഴിഞ്ഞ് ഒരു 15 മിനിറ്റോളമെങ്കിലും റെസ്റ്റ് എടുത്തതിന് ശേഷം അവർ എണീറ്റാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് 3 ടൈപ്പ് വാക്സിൻസ് ആണ്. സെർവാരിക്സ്, ഗാഡാസിൽ, സെർവവാക് എന്ന് പറഞ്ഞുള്ള കമ്പനീസാണ്. ഇതിൽ ഫോറിൻ കമ്പനീസാണ് ഞാൻ ആദ്യം പറഞ്ഞ 2 അപ്പോൾ കുറച്ച് വില കൂടുതലായിരിക്കും. പക്ഷേ ഇവരെല്ലാം കവർ ചെയ്യുന്ന നമ്പർ ഓഫ് സ്ട്രെയിൻസ്, അതായത് വൈറസിൻ്റെ എത്ര സ്ട്രെയിൻ ഇവർ കവർ ചെയ്യുന്നു എന്നുള്ളതിന് നല്ല വ്യത്യാസമുണ്ട്. സെർവാരിക്സ് 2 സ്ട്രെയിനേ കവർ ചെയ്യുന്നുള്ളൂ. ഒരു 70% പ്രൊട്ടക്ഷനാണ് തരുന്നത്. ഗാഡാസിൽ 9 ആണ്. അതായത് ഗാഡാസിൽ 9 എന്നാണ് അതിൻ്റെ പേര് തന്നെ. 9 സ്ട്രെയിൻസിനെതിരെ അത് പ്രൊട്ടക്ഷൻ തരും. ഓൾമോസ്റ്റ് 90% ആണ് പ്രൊട്ടക്ഷൻ തരുന്നത്. പക്ഷേ ഇതിന് 2നേക്കാളും വില കുറച്ചുകൂടെ കുറഞ്ഞു വരുന്നതാണ് ഇന്ത്യൻ മെയ്ഡ് വാക്സിൻ ഉണ്ട്. ഇപ്പോൾ സെർവവാക് എന്നാണ് വാക്സിൻ്റെ പേര്. അത് 4 സ്ട്രെയിൻസിന് എതിരെ ആണ് പ്രവർത്തിക്കുന്നത്. ഈ 4 സ്ട്രെയിൻസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതലും സെർവൈക്കൽ ക്യാൻസേഴ്സ് ഉണ്ടാക്കുന്നത് ഈ 4 സ്ട്രെയിൻസ് ആണ്. അപ്പോൾ വിലയും നമ്പർ ഓഫ് സ്ട്രെയിൻസും ഏതാണ് അവർ കവർ ചെയ്യുന്ന സ്ട്രെയിൻസും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് വാക്സിനും തുല്യമായി തന്നെ വളരെ നല്ലതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സെർവൈക്കൽ ക്യാൻസർ വാക്സിന് ഇപ്പോൾ ഇത്രയും പ്രാധാന്യം കിട്ടുന്നത്? സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഇന്ത്യയിൽ സ്ത്രീകളെ അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസേഴ്സ് എടുത്താൽ 2nd മോസ്റ്റ് കോമൺ ക്യാൻസറാണ്. അതായത് 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഒരുപാട് ലക്ഷക്കണക്കിന് സ്ത്രീകളുടെ മരണത്തിന് ഉത്തരവാദി സെർവൈക്കൽ ക്യാൻസർ ആണ്. അപ്പോൾ അത് പ്രതിരോധിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വലിയ ഒരു അച്ചീവ്മെൻ്റ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ 9-26 വയസ്സിനിടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും വാക്സിൻ എടുക്കുക.